സഞ്ജു ടെക്കി തന്നെ നമ്മുടെ ടെലിഫോൺ ലൈനുണ്ട്. സഞ്ജു ടെക്കി, താങ്കളെ ഒരു പരിപാടിയിൽ, കുട്ടികളുടെ പരിപാടിയിലേക്ക് താങ്കൾക്ക് ക്ഷണം കിട്ടിയിരുന്നു അല്ലേ? കിട്ടിയാറോ? പോകുന്നുണ്ടോ അവിടെ? 2 മണിക്കാണ് പരിപാടി. ഇല്ല ഇല്ല, എന്നോടിപ്പോ അവിടുന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇതേപോലെ വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞാൽ അത് കുറെ ആൾക്കാർ ഇതേപോലെ എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ, എന്താണ് യോഗ്യത, നിയമം ലംഘിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പ്രഷർ ചെയ്ത് ഇതേപോലെ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ്, നമുക്കൊരു തെറ്റുപറ്റി, എനിക്ക് തെറ്റുപറ്റി. എന്റെ അപ്പോഴത്തെ ആ ഒരു എനിക്ക് ഇതിന്റെ നമ്മുടെ റോഡിന്റെ നിയമത്തിനെ കുറിച്ച് കുറച്ച് റൂളിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അത് എനിക്ക് അവരെന്നെ IDTR ക്ലാസ്സിനും അതേപോലെ തന്നെ ഓരോ പണിഷ്മെന്റ് ഭാഗമായിട്ടുള്ള കുറച്ച് ക്ലാസ്സും സാമൂഹ്യ സേവനമൊക്കെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി സംഭവം ഇങ്ങനെ. മനം മാറിയിട്ടുണ്ടോ? മനം മാറി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് IDTR ക്ലാസ്സിന് പോയപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ റൂളുണ്ട്, ഇങ്ങനെ റോഡിൽ നമ്മൾ പെരുമാറേണ്ട രീതി, അതുപോലെ സാമൂഹികമായിട്ട് എങ്ങനെ പെരുമാറണം, ഇതിലുള്ള ഒരു മാറ്റമൊക്കെ എനിക്ക് അവിടെ വന്നപ്പോ ഉണ്ടായി. പക്ഷെ നമുക്ക് എന്റെ ഒരു ചോദ്യം ഇതാണ്, നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ടാണെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാമെന്ന് ഞാൻ ഓർത്തായിരുന്നു. കാരണം എനിക്കൊരു തെറ്റ് പറ്റി, തെറ്റ് ആർക്കും ഇനി പറ്റരുത്, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് ഉണ്ടാകട്ടെ, ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാന്നൊക്കെ കരുതിയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. തീർച്ചയായും സഞ്ജുവിന് നല്ല മനംമാറ്റമുണ്ടായി. ഒരു മനംമാറ്റമാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നത്. കാരണം ഒരു പക്ഷേ എത്രയോ കുറ്റവാളികളിൽ പോലും മനം മാറി വന്ന സമൂഹത്തിൽ നല്ല സേവനം ചെയ്യുന്നു. അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജുവിനെ? കാരണം സഞ്ജുവിനെ വിശ്വാസം തോന്നാത്തതിൻ്റെ ചെറിയൊരു കാരണം എന്ന് പറയുന്നത്, അന്ന് പോലീസ് സ്റ്റേഷനിൽ സഞ്ജു ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി, അതിനുശേഷം ഇറങ്ങി മാധ്യമപ്രവർത്തകരെ തെറി വിളിച്ചുകൊണ്ട് ഞാനിതൊരു അലങ്കാരമാക്കി, ഒരു അപമാനമേറ്റിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു അലങ്കാരമാക്കും എന്ന് പറഞ്ഞ് വീഡിയോയുമായി പോയ ഒരാളാണ്. അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജുവിനെ? ഉറപ്പായിട്ട് തന്നെ വിശ്വസിക്കാം. പക്ഷെ ഞാൻ മാധ്യമപ്രവർത്തകരാണെങ്കിൽ ഞാൻ തെറി വിളിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ എന്റെ പ്രേക്ഷകരിലോട്ട് ചെയ്തായിരുന്നു. പക്ഷെ അതും തെറ്റായിരുന്നെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എനിക്കിപ്പോ ഒരു ടൈം ട്രാവൽ കിട്ടിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ തിരിച്ചുപോയി ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. അതായത് ബോധ്യം വന്നു. സത്യമായിട്ടും എനിക്കിപ്പോ ഇപ്പൊ ആകെയുള്ള ഒരു കുഴപ്പമെന്ന് പറയാം, എനിക്ക് സമൂഹം പോലും എന്നെ അക്സെപ്റ്റ് ചെയ്യണില്ല. എനിക്ക് തെറ്റാണ്, എന്റെ തിരുത്തലിന് എനിക്കൊരു ഇതുവരണമല്ലോ. ഇത് ആരും എനിക്ക് ആ ഒരു ഓപ്ഷൻ പോലും തരുന്നില്ല. ഇപ്പൊ ഒരു പരിപാടിക്ക് പോലും എന്നെ വിളിക്കുന്നില്ല. ഇതെന്റെ കരിയറിനെ ആണെങ്കിലും എന്നെ മാനസികമായിട്ടാണെങ്കിലും എന്നെ അത് ബാധിക്കുന്നുണ്ടത്. നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്താനുള്ള ഒരു ചെറിയൊരു ഇതെങ്കിലും എനിക്ക് തരണമെന്ന് എനിക്കൊരു ഇത് പറയാനുണ്ട്. അതായത് സഞ്ജു അവിടെ പോകുന്നത്, ഈ സ്കൂളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദി കിട്ടുന്നത്, കുഞ്ഞുങ്ങളോട് പറയുക ഇങ്ങനെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഏറ്റു പറയാൻ വേണ്ടിയും ഇത്തരത്തിലുള്ള തെറ്റായ നിയമലംഘനങ്ങൾ അത് ഉണ്ടാകാൻ പാടില്ല എന്ന് കുഞ്ഞുങ്ങളെ അടക്കമുള്ള ആ വേദിയിൽ തുറന്നു പറയാൻ വേണ്ടിയാണ് ഒരു അവസരമായിട്ട് കാണുകയായിരുന്നു. അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയല്ല, ഇത് എന്റെ പഞ്ചായത്തിലുള്ള പരിപാടിയാണ്. എന്റെ നാട്ടിൽ തന്നെ നടക്കുന്ന സ്കൂളും കാര്യങ്ങളൊക്കെ അടുത്തുള്ള സ്കൂള് തന്നെയാണ്. അപ്പൊ നോർമലി എന്നെ സ്കൂൾ ഫംഗ്ഷനിലും അതുപോലെ തന്നെ മറ്റുള്ള വേദികളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോകാൻ ഓർത്താണ്. പിന്നെ സ്കൂളിലും കൂടെ ആകുമ്പോ നമുക്ക് പിള്ളേരോടാകുമ്പോ ഇതിനെ കൺഗ്രാജുലേറ്റ് ചെയ്തും അതുപോലെ തന്നെ നല്ലൊരു മെസ്സേജ്, ഏത് രീതിക്കാണെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാവുന്ന രീതിയാണ് ഞാൻ വിചാരിച്ചത്. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, അത് മാത്രമല്ല എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, ഞാൻ അങ്ങോട്ട് അല്ല. ഞാൻ ചോദിക്കുന്നതല്ല, പോകുമ്പോൾ ഈ തെറ്റ് പറ്റി, ഇനി ഇത് ചെയ്യരുത്, ആരും അനുകരിക്കാൻ പാടില്ല എന്ന് പറയാനായിരുന്നു അല്ലേ വേദി കണ്ടത്? അങ്ങനെയാണോ? അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്. നമ്മൾ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഗസ്റ്റായിട്ട് നമ്മൾ പോവുകയും ചെയ്യും. പക്ഷെ ഒരു മെസ്സേജ് ആയിട്ട് എനിക്കൊരു തെറ്റ് പറ്റി, ആ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ഇതേപോലെ തെറ്റ് ആവർത്തിക്കരുത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം, എനിക്ക് കിട്ടിയ ക്ലാസ്, എനിക്ക് കിട്ടിയ അറിവ് ഞാൻ അവിടെ പകർന്നു കൊടുക്കാൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. അതായത് ഒരു കാര്യം ഈ സംഭവത്തിന് ശേഷം വീട്ടിലേക്കൊക്കെ എത്തിയതിനു ശേഷം നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ വീട്ടുകാരൊക്കെ ഉപദേശിച്ചോ ഇങ്ങനെ? അന്ന് തൊട്ട് എന്നെ ഉപദേശിച്ചു. ആ വീഡിയോ ചെയ്ത അന്ന് തൊട്ട് എനിക്ക് എല്ലാ ദിവസവും ഉപദേശം തന്നെയാണ്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലാസ്സിൽ പോയി IDTR ക്ലാസ്സിൽ പോയപ്പോ തന്നെ എനിക്ക് നല്ല ഒരു ബോധവൽക്കരണം ഉണ്ട്. ഞാൻ ഇപ്പൊ ശരിക്കും ഒരു പുതിയൊരു
ഒരു മനുഷ്യനായ കണക്കാണ്. അതായത് ഒരു പുതിയൊരു മനുഷ്യൻ മാതൃഭൂമി ന്യൂസിലെ ലക്ഷോപലക്ഷം വരുന്ന പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയാണ്. അതായത് സഞ്ജുവിന്റെ വാക്ക് വിശ്വസിക്കാം, സഞ്ജു ഇനി നല്ലൊരു മനുഷ്യനായി. ആ വീഡിയോകൾ പോലും ഇനി തെറ്റായ ഒരു സന്ദേശത്തിലോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു മനുഷ്യനാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പോൾ അതിനെ അങ്ങ് വിശ്വസിക്കാമല്ലോ. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകത്തില്ല. ഇനിയാണിപ്പോ എന്ത് വീഡിയോയിലാണെ പോലും ഞാൻ നിയമമൊക്കെ ലംഘിക്കാണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് മാതൃകയായിട്ടും ആൾക്കാർക്ക് നല്ലൊരു ഗുണമുള്ള രീതിക്ക് ഞാൻ ചെയ്യത്തുള്ളൂ. അതെന്റെ ഒരു പ്രോമിസാണ്. ശരി ശരി ശരി, വളരെ നന്ദി സഞ്ജു. എന്തായാലും നമ്മുടെ ഈ അവസരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായതിന്.